നമ്മളിവിടെ കുറേ സാധനമൊക്കെ ഉണ്ടാക്കി. പക്ഷേ നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയതാന്നേ, ഇതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ്. പക്ഷേ എന്നാന്നോ, നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ ഒരു റെസിപ്പി പോലും നമ്മൾ കളയരുത്. നമുക്കറിയാവുന്ന ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി ഒരു സ്ഥിരം ചെയ്യുന്ന പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയാൻ പോകുന്ന കറികളൊന്നും കുറ്റം പറയുകയല്ല, നമ്മൾ നിത്യേന തിന്നുന്നതല്ലേ. അന്നേരം പിന്നെ ഈ അവിയലായാലും സാമ്പാറായാലും മെഴുക്കുവരട്ടി ആയാലും ഒക്കെ ആയാലും നമുക്ക് അതിൽ നിന്നൊരു വെറൈറ്റി ഒക്കെ കൊടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ കുറച്ച് നമുക്കൊരു ഈ വീട്ടമ്മമാർക്ക് ഒരു ഇംപ്രഷൻ കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാവോ? ചില്ലി ഫിഷ്. ഞാൻ സത്യം പറഞ്ഞ റെസിപ്പീസൊക്കെ കണ്ടുപിടിക്കുന്നത് എന്നാന്നോ, ഇച്ചിരി നമുക്ക് വീട്ടമ്മമാർക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് കൂടുതൽ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അടുക്കളയിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ചിലപ്പോൾ ഇന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കാണുകയില്ല. സത്യമല്ല, എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയല്ലേ, ഇത് ഉണ്ടേലും ഉണ്ടാക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അപ്പം നമ്മുടെ കയ്യിൽ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഉണ്ടാക്കി ശ്രമിക്കണം. അന്നേരം എന്താ പറയുക, പുതിയൊരു റെസിപ്പിയും കിട്ടും. നമ്മൾ എന്നതേലും ഒരു നല്ല സാധനം കണ്ടുപിടിച്ചു എന്നുള്ളൊരു സന്തോഷവും ഒരു ചെറിയ അഹങ്കാരമൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും. അഹങ്കാരം വേണ്ട. ഇപ്പം എന്തായാലും അഹങ്കാരമൊക്കെ മാറ്റി വെച്ചേച്ച് ഞാനിപ്പോൾ കണ്ടുപിടിച്ച ചില്ലി ഫിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ അറിയണ്ടേ, അതെന്നാന്ന് പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഓപ്ഷൻസും ഇട്ട് തരാം കേട്ടോ. ഇതിപ്പം ഒരു 1/2 കിലോ മീനാണ് മേടിച്ചേക്കുന്നത്. ഇത് നെമ്മീനാ. പക്ഷേ നമുക്ക് നെമ്മീൻ തന്നെ വേണമെന്നൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, ദശ കട്ടിയുള്ള ഏതേലും മീൻ മതി. പിന്നെ എന്നാ വേണ്ടിയെന്നറിയോ, ഒരു 2 വലിയ സവാള. ഈ സവാള എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നീളത്തിലരിയാം, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പ് അരിയാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പ് അരിഞ്ഞേക്കുന്നത്. ഇതെന്നാ ഇങ്ങനെ അരിയുന്നതെന്നറിയോ, ചില്ലി ഫിഷിൻ്റെ ഒരു എന്നാ പറയുക, നമ്മൾ നീളത്തിലരിഞ്ഞാൽ അതിന് ഒരു കേരള ടച്ച് വരും എന്നല്ലോ വിചാരിച്ചിട്ട്. ചില്ലി ഫിഷ് ബേസിക്കലി നമ്മൾ കാണുന്നതും ഇങ്ങനെ തന്നെയല്ലേ, അന്നേരം പിന്നെ ഞാനിങ്ങനെ അരിഞ്ഞതാ. ഷേപ്പ് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. പിന്നെ സവാള എങ്ങനെയാണ് അരിഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അതേ കൂട്ട് തന്നെ ക്യാപ്സിക്കം അരിയുക. അതല്ലെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സ് ആയിട്ട് അരിഞ്ഞേച്ചാലും മതി. പിന്നെ വേണ്ടിയത് പച്ചമുളക്. ചിക്കൻ നകത്ത് വെക്കുന്ന കൂട്ട് പച്ചമുളക് എരിവ് പിടിക്കുകയില്ല മീനിനകത്ത്, കൊണ്ട് ഒരു ഇച്ചിരി കുറച്ചിട്ടേച്ചാൽ മതി. ഇത് എന്നാന്ന് വെച്ചാൽ കോൺഫ്ലവർ. ഇത് ഓപ്ഷണലാണ്, മസ്റ്റല്ല. ഇപ്പം ഞാനിത് ഇവിടെ ചേർത്ത് കാണിച്ചു തരാം. മസ്റ്റാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലേ വേണ്ട. ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്ന, ഇതൊരു കുറച്ച് മതി. എന്നാ പറയുന്നത്, ഒരു വലിയ ടേബിൾ സ്പൂൺ ധാരാളം മതിയാവും. ഇത് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ എന്നാ പറയുന്നത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുവോ അല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കുവോ, എന്നാ വേണേലും ചെയ്യാം. നമുക്ക് ജോലി എങ്ങനെ എളുപ്പമാവുന്നു അതേ കൂട്ട് അരിഞ്ഞോ. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ സെലറിയ. ഈ സെലറിയോ മസ്റ്റായിട്ട് കിട്ടിയില്ല എന്ന് തന്നെ വെച്ചു. നമുക്ക് ഓപ്ഷനുണ്ട്, ഒന്നെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഇടാം, ഇതും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില ഇട്ടേച്ചാലും മതി. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി കുരുമുളക് പൊടി. വൈറ്റ് പെപ്പർ ആണെങ്കിൽ എരിവ് കുറവായിരിക്കും, ഞാനിവിടെ മറ്റേതെടുത്തേക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീട്ടിലെപ്പോഴും 3 സോസ് കരുതണം. തീർന്നു പോയാൽ അപ്പം മേടിച്ചോ. അത്യാവശ്യം നമുക്ക് ചിലപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ അതും ഉണ്ടാക്കാമല്ലോ. ഇത് ഇച്ചിരി ചില്ലി സോസാണ്. ചില്ലി സോസ് ഈ കളറിലും ഉണ്ട്, റെഡും ഉണ്ട്. റെഡ് ആണെങ്കിൽ ഇച്ചിരി എരിവ് കൂടും, ഇതാകുമ്പോൾ ഇച്ചിരി എരിവ് കുറവാണ്. പിന്നെ ഇച്ചിരി സോയാ സോസ്, പിന്നെ ഇച്ചിരി ടൊമാറ്റോ സോസ്. ഇനിയാ നമ്മൾ കേരളയിലോട്ട് വരുന്നത്. അതെന്നാന്നറിയോ, ഇച്ചിരി മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതെടുത്തേച്ചാൽ മതിയെ. അപ്പം നിറവും കിട്ടും, ഈ പറഞ്ഞ പോലെ എരിവും കാണുകയില്ല. എന്നാൽ നമ്മുടെ കേരള വന്ന് പോവുകയും ചെയ്യും. മഞ്ഞപ്പൊടി ചൈനയിലുണ്ടോ ഇല്ലേ എന്നെനിക്കറിയാൻ മേല. പക്ഷേ ആനീസ് കിച്ചണിൽ മഞ്ഞപ്പൊടി ഉണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു ശുഭകാര്യത്തിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് മഞ്ഞപ്പൊടി. പക്ഷേ എന്നാലും നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശുഭമായിട്ടൊരു മഞ്ഞ വെച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ കറിയും സക്സസ് ആവും. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി വെച്ചതാട്ടോ. പിന്നെ ഇച്ചിരി എന്നാ പറയുക, ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ഇച്ചിരി ഇടാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ സോസിന് എല്ലാത്തിനും ഉപ്പുണ്ടേ, അതുകൊണ്ട് നോക്കിയേച്ച് ഉപ്പിട്ടേച്ചാൽ മതി. പിന്നെ ചൈനീസിനകത്ത് അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനം നമ്മൾ ആരും ഇനി തൊടരുത്. തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പങ്ങൾ എന്നാക്കിയാന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അജിനോമോട്ടോ ഇല്ലാതെ ഇതിൻ്റെ ഫ്ലേവർ വരുവേലെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഓപ്ഷണൽ എന്നാ പറയുന്നത്, അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാൽ ഇച്ചിരി പഞ്ചസാര ഇട്ടാൽ ഉണ്ടല്ലോ ഒരു കാരമലൈസ് ഫ്ലേവർ വരുമ്പോഴത്തേന് അതിനൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. പിന്നെ നമ്മുടെ മീൻ വറുക്കാനായിട്ട് ഇച്ചിരി എണ്ണ. ഇനി മീൻ ഇച്ചിരി നേരം ഒന്ന് പുരട്ടി വെക്കണം. അതിനെന്നാ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീൻ പുരട്ടുന്നത് എങ്ങനെയാണ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടല്ലേ. എന്നാൽ ഇവിടെ ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ എന്നാ ചേർക്കാൻ പോകുന്നത്, ആദ്യം മീൻ എടുത്ത് ഇതിനകത്ത് ഇടുവാന്നേ. കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസസ്, മുള്ള് വേണ്ട കേട്ടോ. കഴിയുന്നതും
മുള്ളിടാതെ ഫിഷ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനാകുമ്പോൾ പിള്ളേർ പെട്ടെന്ന് ഒന്ന് കഴിക്കാനാന്നേലും ഇതാ നല്ലത്. അതല്ല മുള്ളിഷ്ടമാണെങ്കിൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ ആനീസ് കിച്ചൺ എപ്പോഴും ശുഭമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് ഇത് ചൈനയിലില്ല, പക്ഷെ ആനീസ് കിച്ചണിൽ ആനി ഇടാൻ പോവാം. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഒത്തിരി ഒന്നും ഇട്ടേക്കരുത്, അവസാനം ചൈനയല്ല കേരളയല്ല ആനീസ് കിച്ചനും അല്ലാത്ത പരുവാവും. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി. ഈ കണക്കൊക്കെ പറയുവാന്നേലേ ഈ മീനിൻ്റെ അളവനുസരിച്ച് നമുക്കറിയാമെന്നല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കിയേക്കണം, ആ മീനയിൽ പെരളാനുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കിട്ടണം. ഇതിപ്പോൾ ഒരു ടീസ്പൂൺ കണക്കാണ്, അന്നേരം ഞാനൊരു 1/2 ടീസ്പൂൺ ആണെന്നു കുരുമുളക് പൊടി ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇനി എന്നാ വേണ്ടിയെന്നറിയോ, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും വേണ്ട. അതിന് പകരം നമുക്കൊരു ഇച്ചിരി സോയാ സോസ്, അതായത് ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ടീസ്പൂൺ ഏത് സ്പൂൺ എടുക്കുവാണെങ്കിലും ക്വാണ്ടിറ്റി അനുസരിച്ച് ഏത് സ്പൂണാണെങ്കിലും ടൊമാറ്റോ സോസ് 3, സോയ 2, അല്ലെങ്കിൽ ചില്ലി സോസ് 2, സോയ 1. അതനുസരിച്ച് സോയ ലൈറ്റ് ആണോ കുറച്ച് ഹാർഡ് സോസ് ആണോ എന്നുള്ളത് നോക്കിക്കോണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഇച്ചിരി ഹാർഡാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കും. പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി എരിവും കൂടെ വേണ്ടേ, അന്നേരം എന്നാന്ന് വെച്ചാൽ ഞാനൊരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടേച്ച് നമ്മുടെ മീനാണെങ്കിൽ ഒന്ന് പുരട്ടാൻ പോവാം. മീനൊക്കെ നല്ലതായിട്ട് പുരട്ടി വെച്ചു. പക്ഷേ ഈ മീനിന് എന്നാന്നറിയാം ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഒത്തിരി നേരം നമ്മൾ എന്നാ പറയുന്നത്, മറ്റേ നമ്മളെ മീൻ പുരട്ടി വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെയൊക്കെ പുരട്ടി വെക്കേണ്ട കാര്യമില്ല. ഇതിനകത്തൊരു ഇച്ചിരി നേരം എന്നാന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ചെയ്യുവാന്നേൽ, ഇപ്പം ഞാനാന്നേൽ അത് അരിയാനൊക്കെ നിന്നാൽ നേരം പോവുകയല്ലേ. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുവാ. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാവോ, ശരിക്കും മീൻ അങ്ങോട്ട് പുരട്ടി വെച്ചേച്ച് നമ്മുടെ പച്ചക്കറിയൊക്കെ അങ്ങോട്ട് അരിയും. അന്നേരം ആ മീനയിൽ ഒരു ഇച്ചിരി പിടിക്കുകയും ചെയ്യും, നമ്മുടെ പച്ചക്കറി അരിഞ്ഞ് മുഴുവൻ കിട്ടുകയും ചെയ്യും, നമ്മുടെ എല്ലാ കാര്യം നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പച്ചക്കറി അരിയുന്ന സമയം എന്നാ ചെയ്യണമെന്നോ, ഇച്ചിരി എണ്ണയും കൂടെ അങ്ങ് അടുപ്പേ വെച്ചു. അന്നേരം പിന്നെ എണ്ണയും ചൂടാവും, അതിന് നേരം പോവുകയില്ല. പിന്നെ ഈ മീനാന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഈ പറഞ്ഞ കൂട്ട് ഒത്തിരി അങ്ങോട്ട് ഡീപ് ഫ്രൈ നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടൊന്നും എടുക്കണ്ട. ഒരു ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഷാലോ ഫ്രൈ അല്ല, ഒരു ഇച്ചിരി കൂടെ മുമ്പോട്ടുള്ള ഫ്രൈ. ഇനി ഞാനിത് ഇതിനകത്തോട്ടിട്ട് വറക്കാൻ പോവാം. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാന്നേൽ എന്നാ ചെയ്യണമെന്നറിയോ, ഇത്ര കുഞ്ഞായിട്ടൊന്നും മുറിക്കരുത്. ഇച്ചിരി എന്നാ പറയുന്നത്, നമുക്ക് ഉറപ്പ് വരുന്ന കഷ്ണമായിട്ട് മുറിച്ചേച്ചാൽ മതി. അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, അതേ പാൻ തന്നെ എടുക്കാൻ മതി. നമ്മളൊക്കെ എനിക്ക് എല്ലാവർക്കും അങ്ങനെയൊന്നും അറിയത്തില്ല, എല്ലാവർക്കും പാത്രം കഴുകാൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതേ പാനിൽ തന്നെ ഇച്ചിരി എണ്ണ എടുത്തിട്ടുള്ളൂ. അതിനകത്തോട്ട് പക്ഷേ നമ്മൾ എത്ര എണ്ണ എടുക്കുന്നതെന്ന് വെച്ചാലും നമ്മൾ ആ കറി ഉണ്ടാക്കി വരുമ്പോഴത്തേനും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആ എണ്ണ കുറേ അങ്ങ് ഡ്രെയിൻ ഔട്ട് ആവും. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ എണ്ണ അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇനി ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതിടും. അത് 1 ടീസ്പൂൺ മതിയാവും, നിറച്ച് 1 ടീസ്പൂൺ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്ന് മൂക്കണേ, എല്ലയിലുണ്ടല്ലോ ആ ചോവ് വരും. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞു. ഇതിനകത്തോട്ട് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയില്ലേ അതിനകത്ത് സവാളയുടെ കൂടെ കുറച്ച് പച്ചമുളക്,
പച്ചമുളക് ഇട്ടേ. ഇനി എന്നാന്നറിയോ, നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, അത് ഒരു ഹാഫ് പോർഷൻ ഇട്ടേച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഇതിനകത്ത് കിടന്നൊന്ന് എന്നാ പറയുന്നത്, ആ ഒരു കട്ടി ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് ഇപ്പം ഇടുക. പിന്നെ മറ്റേ എന്നാ പറയുന്നത് നടുഭാഗമൊക്കെ ആന്നേൽ പിന്നെ ഇട്ടേച്ചാൽ മതി. ഇപ്പം ഞാൻ ഹാഫ് പോർഷൻ ഇട്ടിട്ടുണ്ടേ. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ വെളുത്തുള്ളിയില്ലേ, അതൊരു ഇച്ചിരി എന്നാ പറയുന്നത് ഒരു ടീസ്പൂൺ ഇട്ടു. അതിപ്പം ഇച്ചിരി ഇടുക, പിന്നെ ആകുമ്പോൾ കുറച്ചുകൂടി ഇടണം. ഇന്നിപ്പോൾ നമ്മൾ ചില്ലി ഫിഷും ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഇനിയിപ്പോൾ എന്നത്തിനാണ് ചില്ലി ഫിഷ് ഉണ്ടാക്കുന്നതെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാലുണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ചാൽ, ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റിന് ചേച്ചിയോട് ഞാൻ ആദ്യം ചോദിച്ചപ്പോഴത്തേൻ്റെ എന്നാ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ, ചേച്ചി ബേസിക്കലി ഒരു വെജിറ്റേറിയനാണ്, പക്ഷേ നിൻ്റെ കിച്ചണിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്നതേലും ഫിഷ് ഐറ്റം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിഷ് എന്ന് പറയുമ്പോഴത്തേനുണ്ടല്ലോ എപ്പോഴും നമ്മൾ കപ്പയും മീനും തീയലും ഒക്കെ വെക്കുമല്ലേ. അന്നേരം പിന്നെ നമുക്ക് ചേച്ചീനെ ഒന്ന് എന്നാ പറയുന്നത് പരീക്ഷണമായിട്ട് ചേച്ചിക്ക് കൊടുക്കാൻ ഒക്കുകയല്ല, ഒരു നല്ല ഭക്ഷണം തന്നെ നമ്മൾ കൊടുത്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എന്നാ ചെയ്യണ്ടേ, നമുക്ക് ഒരു സ്പെഷ്യൽ ഡിഷ് ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്നാൽ ഒരു നാടനല്ല, എന്നാൽ ഇച്ചിരി ഒരു എന്നാ പറയുക ചൈനീസ് ഒരു ഫ്ലേവറൊക്കെ വരുന്ന ഒരു ചിക്കൻ ഒരു ഡിഷും കൂടെ ആയതുകൊണ്ട് ഒരു ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ ചേച്ചി 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 എന്നൊക്കെ പറഞ്ഞില്ല, ഇത് ആരാന്ന് ഞാൻ പറയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. ശബ്ദരേഖയിലെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ഇന്നിവിടെ വരുന്നത്. ചേച്ചിയുടെ ശബ്ദത്തിലൂടെ എത്രയോ കഥാപാത്രങ്ങളുണ്ട് നമ്മൾ ഈ പ്രേക്ഷകരുടെ ഇടയിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിലെ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ വരുന്നത്. ഭാഗ്യേച്ചി എനിക്ക് ശരിക്കും ഒരു മൂത്ത ചേച്ചിയെ പോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചേച്ചിക്ക് ഒരു സ്പെഷ്യലൊക്കെ കൊടുക്കണ്ടേ. ഇപ്പം എൻ്റെ ഉള്ളി നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞേ, ഇതിനകത്തോട്ടാന്നു നമ്മളിനി ചേർക്കാൻ പോകുന്ന സോസിൻ്റെ റേഷ്യോ ഒരിക്കലും തെറ്റിപ്പോകരുത്. ഫസ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസ്. മൂന്ന് ടീസ്പൂണാണ് ഒഴിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കി വെച്ച് സോസ് ചേർത്തേച്ചാൽ മതി, ആദ്യമേ കൂട്ടണ്ട. പിന്നെ വേണ്ടിയത് നേരത്തെ നമ്മൾ സോയാ സോസ് ചേർത്തായിരുന്നു, അതുകൊണ്ട് എന്നാ പറയുന്നത് ഒരു സ്പൂണല്ലേ ചേർത്തത്, ഇതിപ്പോൾ 1.5 സ്പൂൺ. പിന്നെ നോക്കി വെച്ച് ചേർക്കാം കേട്ടോ, അതുകൊണ്ട് വിഷമിക്കണ്ട. പിന്നെ 2 ടീസ്പൂൺ ചില്ലി സോസ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സെലറി, ഒരു ഇച്ചിരി പഞ്ചസാരയാ, അതിന് കണക്കൊന്നുമില്ല. ഒരു എന്നാ പറയുന്നത് ഇതേണ്ടേ, നമ്മൾ കയ്യിൽ ഇച്ചിരി എടുത്തേച്ച് ഇങ്ങനെ ഒരു വട്ടം ചുറ്റുന്ന ഒരു കണക്കില്ലേ, അത് മതി. പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പല്ല സോറി കേട്ടോ, കുരുമുളക് പൊടി. എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഈ സോസ് ആവുന്ന സമയത്താണ് ഞാൻ പറഞ്ഞേ, നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കോൺഫ്ലവർ, 1 സ്പൂൺ കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിൽ കലക്കി വെച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ അത് ഇച്ചിരി ഒഴിച്ച് കാണിച്ചു തരാം. ഒരു ടീസ്പൂൺ മതി കേട്ടോ, ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട. ചിലർക്കൊന്നും ആന്നേലും ഇത് ഇഷ്ടപ്പെടുകയില്ല. ഇതിൻ്റെ ഉള്ളൊരു ഗുണം എന്നാണെന്നറിയാമോ, നമ്മൾ സോസ് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ ആ എല്ലാം കൂടി ചേർത്തേക്കുന്ന സോസില്ലേ, അതിനൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. ഞാൻ ഇച്ചിരിയാ ചേർത്തേക്കുന്നത്, അന്നേരം ഇതിനകത്തോട്ട് ഇച്ചിരി ഒരു വെള്ളം പോലെയൊക്കെ ഇരിക്കുമല്ലേ, അന്നേരം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇതിനകത്തോട്ട് ഇടണം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ചില്ലി ഫിഷിനും ചില്ലി ചിക്കനും ഒന്നും ഈ പറഞ്ഞ കൂട്ട് നിറമൊന്നും കാണുകയില്ല, ഞാൻ നിറവിടുകയില്ല. നിറം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടാം. ഇനിയുണ്ടല്ലോ ഇതെല്ലാം ചേർത്തു, നമ്മൾ മീനും ചേർത്തു. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന 3 സോസ് ഉണ്ട്, അതൊന്ന് മീനെ പിടിക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ പെരട്ടിയേച്ച് ഉടനെ തന്നെ മീൻ വറുത്തേക്കുമല്ലേ, അന്നേരം ആ മീനേലൊന്ന് പിടിക്കണം. ഈ അടച്ചു വെക്കുന്ന സമയത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഒരു ഇച്ചിരി സെലറിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ചൈനീസ് ഫ്ലേവർ ഒന്ന് വരും. പിന്നെ നമ്മൾ
ഫിഷൊക്കെ മേടിക്കുമല്ലേ അന്നേരത്തേനും കാണാൻ മേലെ ഇതേപോലെ ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടേക്കുന്നത്. അതിൻ്റെ പുറത്തോട്ടൊരു 2-3 ഇട്ടേച്ചാൽ മതിയെ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ചുവ തന്നെ അതിനകത്തോട്ട് വരും. അതുകൊണ്ട് അത് വേണ്ട. അടുക്കള ഒതുക്കിയിട്ടുണ്ട്. എൻ്റെ കലാബോധം കണ്ടോ? ഇതാന്നു നമ്മുടെ ചില്ലി ഫിഷ്.